ഹലോ ഗൈസ്, ഇന്നൊരു പാതിര അമ്പലം ബ്ലോഗ് ആയാലോ? മഹാവിഷ്ണു അത്ഭുതനാരായണനായിട്ട് കുടികൊള്ളുന്ന ഒരു അത്യപൂർവ്വ ക്ഷേത്രമാണ് തൃക്കുടിത്താനം മഹാവിഷ്ണു ക്ഷേത്രം. ഈ മതിലുകൾക്കും പല ഐതിഹ്യങ്ങളുണ്ട്. ഞങ്ങളുടെ കൂടെ വന്നവർക്ക് ഞങ്ങളെ വേണ്ടാത്തതുകൊണ്ടായിരിക്കും ഞങ്ങൾ ഇതിന്റെ മുന്നേ നടന്നു. കയറി വന്നപ്പോഴേ ഈ തോരണങ്ങളും ലൈറ്റുകളും എല്ലാം മൊത്തത്തിലൊരു കത്ത് നിൽക്കണ ഫീലാണ്. ക്യൂ കണ്ടപ്പോഴേ ഞങ്ങളുടെ കിളി പോയി. പിന്നെ കൂടെ വന്നവരെ പിടിച്ചു നിർത്തി ബാക്കിയുള്ള കാഴ്ചകളൊക്കെ കാണാൻ ഞങ്ങൾ പോയി. ബാക്കിയുള്ള കാഴ്ചകളും കണ്ടു നടന്നപ്പോ അവിടെ മനോഹരമായിട്ട് പരുന്തിനെയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ ക്യൂവിലും കയറിയെന്ന് പരുന്തിനെയും കണ്ട് എല്ലാം കണ്ട് കുറെ മണിക്കൂറുകൾക്ക് ശേഷം ഞങ്ങൾ നടയിലോട്ട് കയറാൻ പോവുകയാണ്. തൊഴുതിറങ്ങിയപ്പോൾ നിരന്ന് നിൽക്കുന്നു ആനകൾ. ഇതാണ് ഞങ്ങൾക്ക് അവിടെ കിട്ടിയ കാളന്തി എന്ന കൂട്ടുകാരൻ. കുറെ നേരം ഇവിടെ വന്നെന്ന് ഇതിനു വേണ്ട തീറ്റകളും എല്ലാം കൊടുത്ത് ഞങ്ങൾ പയ്യ അവിടെ നിന്ന്. മിക്കവാറും ഇവൻ ഇവിടെ ചുറ്റി നിറഞ്ഞ കാളയുടെ കുത്തുവയ്ക്കാൻ നല്ല സാധ്യതയുണ്ട്. അതാണ് നമ്മുടെ കാളന്തിയുടെ കുട്ടി. ഇവിടെ ഒരു ശേഷനാഗത്തിനെയും ഉണ്ടാക്കി വെച്ചത്. ഇതാണ് തൃക്കുടിത്താനം ക്ഷേത്രത്തിലെ വൃന്ദാവനം. ആനക്കുട്ടന്മാരെ കണ്ടുകൊണ്ട് നിൽക്കുകയും ഒരുത്തൻ നമ്മളെ തന്നെ തുറച്ചു നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. അധികം നിൽക്കുന്നത് പന്തിയല്ലെന്ന് തോന്നിയതും ഞങ്ങൾ അപ്പം തന്നെ അവിടെ സ്ഥലം വിട്ടു. നരസിംഹമൂർത്തിയുടെ ഒരു കളമാണ് അവിടെ ഒറ്റ വെച്ചിട്ടുള്ളത്. ഇവിടാണ് മഹായജ്ഞം നടന്നത്. സത്യത്തിലെയും സത്യശേഷമുള്ള അന്നദാനത്തിനെയും തിരക്കുകൾ ഇവിടെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആകാശത്ത് കൃഷ്ണനും ഗണപതിയൊക്കെ നിൽക്കുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ പോയത് മ്യൂസിയത്തിലേക്കാണ്. ഇവിടെ ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധമായ എല്ലാ ക്ഷേത്രങ്ങളുടെയും വിവരങ്ങൾ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് ഫുഡ് കഴിച്ച് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോകും.